എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം. ഞാൻ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകുന്നത് പറഞ്ഞ എല്ലാവർക്കും സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാം, ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രേക്ഷകന് സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. ഇതിന് അതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ച് കുറേ കാലം ജയറാമിൻ്റെ കയ്യിൽ തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്കുണ്ടായി എന്നുള്ള അറിയുന്നതിനുള്ള സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാകുന്ന പലരുമുണ്ട്. സിനിമ എന്ന സ്വപ്നങ്ങളുടെ അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമുള്ള മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, ഞങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ അശ്വതരാജൻ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ പടം റിലീസായി നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ. നല്ല ക്രൂ, നല്ല സിനിമ. അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെന്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ എന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ. ജനമേട്ടനോട് ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ സെയിം കോമ്പിനേഷൻ സെറ്റിൽ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തേനിസാർന്ന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനിസാർ. ഒരു DOP എന്നതിനപ്പുറം എനിക്കൊരു ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ലായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു ശ്രീനി സാർ. ഒരു പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റി, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കിൻ്റെ റേഞ്ച് തന്നെ മാറ്റി മിഥുൻ ചേട്ടൻ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വർക്ക്, ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന. ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് തന്ന് എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അപ്പം സിനിമ ഏറ്റെടുത്തവർ, നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും. അപ്പം സിനിമ എന്തായാലും തിയേറ്ററിൽ പോരുന്നത് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.